നടക്കൂടാ. നോക്കണ്ട, ശത്രുവായിട്ടാണ് കൂട്ടുപിടിച്ചേക്കണം. നമ്പാൻ പറ്റൂല. ഓ ഒന്നും മിണ്ടായിരിക്കടാ. ആരെയും കേട്ടാ പിന്നെ അത് മതി, തീർന്നു എല്ലാം. നമ്പിയേ പറ്റൂ. ഇവിടുന്ന് പുറത്ത് ചാടാൻ എളുപ്പമാണ്, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവനില്ലാതെ പറ്റില്ല. ഇങ്ങനെ സ്ഥിരമായിട്ട് കിട്ടുന്ന 8ന്റെ പണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന സമയത്താ ഞങ്ങൾക്ക് ആ പിടിവള്ളി കിട്ടിയത്. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ലഡു പൊട്ടി. നിങ്ങൾ ഈ ഹോം വിട്ട് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാ? ആ ജുവനൈൽ ഫെസ്റ്റിന് തൃശ്ശൂരിലേക്ക്. തൃശ്ശൂർക്കാ? എന്ത് വെറുതെ ബസ്സിൽ അങ്ങോട്ടും പോയി ബസ്സിൽ ഇങ്ങോട്ടും വന്ന് ഞാനൊരു കോപ്പം കണ്ടില്ല. ബസ് അതൊരു ഓടുന്ന മതിലല്ലായിരുന്നോ? നിങ്ങൾ ടി വിയിൽ കാണുന്ന പോലെ നല്ല പുറത്ത് അതൊരു വേറെ ലോകം കെട്ടിയേ. അങ്ങോട്ട് ഇറങ്ങി കളിക്കണം, എന്നാ പച്ച പിടിക്കും. എന്തേ റെഡി അല്ലേ? 100 വട്ടം സമ്മതം അല്ലേ? ഡാ പറഞ്ഞല്ലോ, ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? എല്ലാം റെഡിയാണ്. മിണ്ടായിരിക്കും അവരും. എന്താണത് 10 ഇലക്കെട്ടത്തിന്റെ പെട്ടിക്കട വെച്ചേക്കണ പോലെ? അപ്പങ്ങൾ പിന്നെയും കമ്പനി ആയി. പിന്നെ കമ്പനിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്ന വഴിയാണ്. മോനിൽ ലഡു വേണ ഉദ്ഘാടനത്തിന്റെ? നീ ഇവിടെ വന്നി പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കറണ്ട് കട്ടാ. പിന്നെ എവിടെയാ വിളിച്ചിട്ടുണ്ടാവുക? വേനൽക്കാലത്താണെങ്കിൽ ഡാമിൽ വെള്ളമില്ല എന്നുള്ള പരാതിയാ. ഉള്ള വെള്ളമാണെങ്കിൽ തുറന്നിട്ട് വേസ്റ്റ് ആക്കുകയും ചെയ്തു. ഇതൊക്കെ മനുഷ്യനെ മെനക്കെടുത്താന്നല്ലാണ്ട് എന്താ പറയാ? അല്ല പിന്നെ ഡാമിലെ വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഇവിടുത്തെ കറണ്ട് ഇങ്ങനെ തന്നെയാണ്. മിന്നാമിനിങ്ങനെ പോലെ ഓരോ അലക്കമ്മല കൂട്ടും. നാശം പോകാതിരുന്നാൽ മതിയായിരുന്നു. ഓ പോയോ? ഇതൊക്കെ ആരോട് പറയാനാ? കംപ്ലൈൻറ്റ് ഒരു കാര്യത്തിൽ ആരോടും പറയാൻ പറ്റും. ഇനി ഇങ്ങോട്ടൊന്നും വിളിക്കില്ല. എന്തൊരു മിന്നലത്! മടുത്ത്, ശരിക്കും മടുത്ത്. നീ ഭാഗ്യവാനാ, ശരിക്കും ഭാഗ്യവാനാ. നിന്നെ സ്നേഹിക്കാനും സേവിക്കാനും വേണ്ടി ആളിവിടെ ക്യൂ നിൽക്കുക. എന്നെയോ? അയാൾ പടിയായിട്ടുണ്ടാവും. ഒന്നും മിണ്ടാതെ കൊച്ചൊന്നുമില്ലല്ലോ, കാണാൻ പറ്റണം. എന്താ കൊച്ചാപ്പാണെങ്കിലേ കുഴപ്പമില്ലായിരുന്നു. ഉണ്ടായോ?